നമസ്കാരം, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. +2 ഇക്കണോമിക്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പരീക്ഷയ്ക്ക് എസ്എ ചോദ്യങ്ങൾ ഏതാണ് വരുന്നത് എന്ന് കൃത്യമായിട്ടുള്ളൊരു അവലോകനമാണ് നമ്മൾ ഇന്ന് നടത്താൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നാളെ നിങ്ങൾ എഴുതാൻ പോകുന്ന എസ്എ ചോദ്യങ്ങൾ ഏതാണെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലാക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്കത് പഠിച്ചെടുക്കാം. ഓൾറെഡി നിങ്ങൾ എസ്എ ചോദ്യങ്ങൾ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഒഴിവാക്കുക. പക്ഷേ പഠിച്ച ആളുകളാണെങ്കിലും നിങ്ങൾ ഇവിടെ പറയുന്ന ചോദ്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ പറയുന്ന ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ വരികയുള്ളൂ. നമ്മളിവിടെ പറയുന്ന ചോദ്യങ്ങളിൽ 3 എണ്ണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ടും വരുന്നതാണ്. ഇനി പഠിക്കാത്തവരുണ്ടെങ്കിൽ, അതായത് വീഡിയോ കാണാത്തവരോ അല്ലെങ്കിൽ ഇതുവരെ പരീക്ഷയ്ക്ക് വേണ്ടി എസ്എ ചോദ്യങ്ങൾ എന്തു പഠിക്കണമെന്ന് അറിയാതെ വേവലാതിപ്പെട്ട് നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ കാണാം. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇതേപടി തന്നെ പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്നതാണ്. 100% ഗ്യാരണ്ടിയാണ് മക്കളെ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ സെറ്റാക്കണം. എല്ലാ ചോദ്യങ്ങളും നമ്മൾ മുമ്പ് തന്നിട്ടുണ്ട്. 2 മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും മുഴുവൻ ചാപ്റ്റേഴ്സിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയിട്ടുള്ള വീഡിയോ മുൻപ് നിങ്ങൾക്ക് മുന്നിലേക്ക് തന്നു കഴിഞ്ഞു. നിങ്ങളത് നല്ല രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോയും നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യത്തെ ചോദ്യം പറയാൻ പോകുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ നിന്ന് 2ാമത്തെ ചാപ്റ്ററാണ്. മാക്രോ എക്കണോമിക്സിൻ്റെ 2ാമത്തെ ചാപ്റ്റർ ഏതാണ്? ദേശീയ വരുമാനം കണക്കാക്കൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നാഷണൽ ഇൻകം അക്കൗണ്ടിങ് എന്ന ചാപ്റ്ററാണ് 2ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്കറിയാം ഏതാണ് ആ ചോദ്യം എന്നുള്ളത്, അല്ലേ? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കണ്ടതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ 2ാം വർഷ പരീക്ഷകളിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന മോഡൽ എക്സാമും ആഫിയർലിയും അതുപോലെ തന്നെ പിന്നെന്താ നമ്മുടെ മറ്റ് മോഡൽ അല്ലാതെയുള്ള യൂണിറ്റ് ടെസ്റ്റുകളിലൊക്കെ നമ്മൾ എപ്പോഴും പഠിച്ചു വെച്ചിട്ടുള്ള ഒരു ചോദ്യം ആണ് ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ആ ചോദ്യം ഇവിടെ നമ്മൾ മുൻകാലങ്ങളിൽ ഈ അടുത്ത 2023 അതുപോലെ തന്നെ അതിൻ്റെ സേ പരീക്ഷയ്ക്കും അതുപോലെ അതിന് മുമ്പ് 22, 21 ഇങ്ങനെയുള്ള വർഷങ്ങളിൽ ബാക്കിലോട്ട് അങ്ങോട്ട് എടുത്ത് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ചോദ്യം തന്നെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട്. പക്ഷെ ആ ചോദ്യം എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കുക. അതായത് ചോദ്യം ഇങ്ങനെയാണ്: റൈറ്റ് ഡൗൺ ദ 3 ഐഡന്റിറ്റീസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ GDP ഓഫ് എ കൺട്രി ബൈ ദ 3 മെത്തേഡ്സ്, എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് എന്നാണ് ചോദ്യം. മനസ്സിലാക്കുക. റൈറ്റ് ഡൗൺ ദ 3 ഐഡന്റിറ്റീസ് ഓഫ് കാൽക്കുലേറ്റിംഗ് ദ GDP ഓഫ് എ കൺട്രി ബൈ ദ 3 മെത്തേഡ്സ്, എക്സ്പ്ലെയിൻ എനി 2 മെത്തേഡ്സ് എന്നാ. എന്താ പറയാ മലയാളം? ഒരു രാജ്യത്തിൻ്റെ GDP അളക്കുന്നതിനുള്ള 3 രീതികൾ ഏതെല്ലാം? ഒരു രാജ്യത്തിൻ്റെ GDP അളക്കുന്നതിനുള്ള 3 രീതികൾ ഏതെല്ലാം? ഏതെങ്കിലും 2 രീതി വിവരിക്കുക എന്നാണ് ചോദ്യം. ഓക്കെ, ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ ചോദ്യം മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതായത് റൈറ്റ് ഡൗൺ ദ 3 സ്റ്റെപ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ബൈ വാല്യൂ ആഡഡ് മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ്. ഓക്കെ, എങ്ങനെയാണ്? റൈറ്റ് ഡൗൺ ദ സ്റ്റെപ്സ് ഓഫ് മെഷറിംഗ് നാഷണൽ ഇൻകം ബൈ വാല്യൂ ആഡഡ് മെത്തേഡ് ആൻഡ് ഇൻകം മെത്തേഡ്. എന്താണ്? കൂട്ടിച്ചേർത്ത മൂല്യരീതി, വരുമാന രീതി എന്നിവ ഉപയോഗിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള വിവിധ ഘട്ടങ്ങൾ എഴുതുക എന്നാണ്. ഓക്കെ, അപ്പോൾ 3 രീതികളാണ് നമുക്കുള്ളത് എന്നറിയാലോ. അതിൽ കൂട്ടിച്ചേർത്ത മൂല്യരീതി അല്ലെങ്കിൽ വാല്യൂ ആഡഡ് മെത്തേഡ് എന്താണ്? അത് തന്നെയാണ് പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, അല്ലേ? പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത് വാല്യൂ ആഡഡ് മെത്തേഡാണ്, അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത മൂല്യരീതിയാണ്. മറ്റൊന്ന് വരുമാന രീതിയാണ് ചോദിച്ചിട്ടുള്ളത്. 3ാമത്തെ രീതി നമുക്കറിയാം, അതേതാണ്? അത് ചെലവ് രീതിയാണ്, എക്സ്പെൻഡിച്ചർ മെത്തേഡാണ്. അത് എഴുതാനാണ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെയാണ് ആ ചോദ്യം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം explain the steps of estimating national income. explain the steps of estimating national income by എന്ന് പറഞ്ഞിട്ട് താഴെ 2 ചോദ്യം കൊടുത്തു. എ ചോദ്യം വാല്യൂ ആഡഡ് മെത്തേഡ്, ബി ചോദ്യം ഇൻകം മെത്തേഡ്. ഓക്കെ, അതും നേരത്തെ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് എസ്റ്റിമേറ്റിംഗ് നാഷണൽ ഇൻകം ബൈ 1 വാല്യൂ ആഡഡ് മെത്തേഡ്, 2 ഇൻകം മെത്തേഡ്. താഴെ കൊടുത്ത രീതി ഉപയോഗിച്ച് ദേശീയ വരുമാനം കണക്കാക്കുന്ന വിവിധ ഘട്ടങ്ങൾ വിവരിക്കുക. കൂട്ടിച്ചേർത്ത മൂല്യരീതി 1,
രണ്ട് വരുമാന രീതി എന്നത്. ഓക്കെ, അപ്പോൾ മറ്റൊരു ചോദ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതേ ടോപ്പിക് തന്നെ വേറൊരു രീതിയിൽ ചോദിക്കുന്നു. എന്താണ് ആ വേറെ രീതി? വാട്ട് യു മീൻ ബൈ GDP? വാട്ട് യു മീൻ ബൈ GDP? എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP. വാട്ട് യു മീൻ ബൈ GDP? എക്സ്പ്ലെയിൻ എനി ടു മെത്തേഡ്സ് ഓഫ് കാൽക്കുലേറ്റിംഗ് GDP. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അതായത് GDP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, അതായത് GDP എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? GDP കണക്കാക്കുന്നതിനുള്ള ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ വിശദമാക്കുക. ഏതെങ്കിലും രണ്ട് മാർഗങ്ങൾ. ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ മുൻപ് കണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് ചോദ്യം നോക്കാം. Explain any two methods for calculating national income. Explain any two methods for calculating national income. ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏതെങ്കിലും രണ്ട് രീതികളെക്കുറിച്ച് വിവരിക്കുക. ദേശീയ വരുമാനം കണക്കാക്കുന്ന ഏതെങ്കിലും രണ്ട് രീതികളെക്കുറിച്ച് വിശദീകരിക്കുക എന്നാണ്. മക്കളെ, ഇപ്പോൾ എന്താ മനസ്സിലായത്? ഇത് ഇപ്പോൾ എത്ര ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഇതെല്ലാം സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതെല്ലാം അടുപ്പിച്ചുള്ള ചോദ്യപേപ്പറാണ് കേട്ടോ. ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അടുപ്പിച്ച് വന്ന ചോദ്യപേപ്പറുകളാണ്. ഈ ചോദ്യപേപ്പറുകളിൽ ഈ ഒരു ചോദ്യം തലങ്ങും വിലങ്ങും പല രീതിയിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കണം. അത് അറിയാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാനത് ഉടനെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. ഓൾറെഡി വീഡിയോ അതിൻ്റെ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി ചാനലിൽ വീഡിയോ ഉണ്ട്. അത് എടുത്ത് കാണാൻ പലർക്കും മടിയാണ്. പഴയതല്ലേ, അതൊക്കെ എങ്ങനെ കാണുക എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. പഴയതായാലും പറയാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പഴയതും പുതിയതൊക്കെ എല്ലാം ടോപ്പിക് ഒന്നാണ്. അപ്പോൾ അതിൽ മാറ്റങ്ങളൊന്നും വരുത്താനൊന്നുമില്ല. പഴയത് തന്നെ ഒരു 3 വീഡിയോ എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അതും നോട്ട് കാണിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് എളുപ്പമല്ലെങ്കിൽ ഞാൻ പറയുന്ന ആ നോട്ട് കൃത്യമായിട്ട് വെച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അപ്പോൾ എന്തായാലും പഠിക്കണം, പഠിക്കാതെ പോകരുത്. നന്നായിട്ട് മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. 8 മാർക്കിൽ 7 നിങ്ങൾക്ക് മിനിമം ഇവിടുന്ന് കിട്ടുന്നതാണ്. ഓക്കെ, 8ൽ 8 കിട്ടുമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ essay ആയതുകൊണ്ട് നമുക്ക് ഒരു അരമാർക്കോ 1 മാർക്കോ ഒക്കെ നമുക്ക് കുറയാൻ സാധ്യതയുണ്ട്. എന്തായാലും 7 കിട്ടിയാൽ വലിയ ഭാഗ്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ചോദ്യം പഠിച്ചോ. 100% ഗ്യാരണ്ടിയാണ്. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ നാളെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവില്ല. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് നോക്കാം. ഈ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ മാക്രോ എക്കണോമിക്സിൽ നിന്ന് തന്നെയുള്ള 3ാമത്തെ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ്. മണി ആൻഡ് ബാങ്കിങ് അഥവാ പണവും ധനകാര്യവും. ആ ചാപ്റ്ററിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ചോദ്യമാണ് RBIയുടെ ധർമ്മങ്ങൾ. RBIയുടെ ധർമ്മങ്ങൾ, ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് എന്ന് ചോദിക്കാം. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫങ്ഷൻസ് ഓഫ് സെൻട്രൽ ബാങ്ക്, സെൻട്രൽ ബാങ്ക് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് RBI എന്ന് ചോദിക്കാം. അതായത് കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ, അല്ലെങ്കിൽ RBIയുടെ ധർമ്മങ്ങൾ, അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങൾ. ആ രീതിയിലൊക്കെ ആ ചോദ്യം വന്നേക്കാം. പക്ഷേ അതിനെ മാറ്റിയിട്ട് നേരിട്ട് ചോദിക്കാതെ, അതായത് ഫങ്ഷൻസ് ഓഫ് RBI അല്ലെങ്കിൽ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ 8 പോയിന്റ് ആണ് എഴുതേണ്ടത്. 8 പോയിന്റ് വിശദീകരിച്ച് എഴുതേണ്ടതുണ്ട്. അങ്ങനെ ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ ചോദിക്കാൻ സാധ്യതയുള്ളത്, എന്തായാലും ആ ചോദ്യം ഉറപ്പാണ്, പക്ഷേ അതിനോട് ഒരു ചോദ്യം കൂടെ അങ്ങോട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമ്മളോട് ചോദിക്കും. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? ഏതെങ്കിലും 4 എണ്ണം എഴുതുക. മനസ്സിലായല്ലോ? അതായത് ഒരേ ക്വസ്റ്റ്യനിലെ 2 ടൈപ്പ് A, B എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം കൊടുക്കും. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ധർമ്മങ്ങൾ എന്തെല്ലാം? ഏതെങ്കിലും 4 എണ്ണം എഴുതുക. അതായത് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റൈറ്റ് എനി 4 ഫങ്ഷൻസ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ? റൈറ്റ് എനി 4 ഫങ്ഷൻസ് എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അതൊരു ചോദ്യമാണ്. ഇനി ആ ചോദ്യത്തിൽ തന്നെ B ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് Using monetary policy, Reserve Bank of India controls money supply. How? റൈറ്റ് എനി 4 എന്നാണ് ചോദ്യം. മറ്റൊരു ചോദ്യം, യൂസിങ് മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺട്രോൾസ് മണി സപ്ലൈ. ഹൗ? റൈറ്റ് എനി 4. മോണിറ്ററി പോളിസി അതായത് പണനയം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ പണത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെ? ഏതെങ്കിലും 4 എണ്ണം എഴുതുക. ഓക്കെ, എന്താണ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ പണനയം ഉപയോഗിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തെ പണത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെ? ഏതെങ്കിലും 4 എണ്ണം എഴുതുക. അപ്പോൾ ഇവിടെ മോണിറ്ററി പോളിസി
പോളിസി ഇൻസ്ട്രുമെന്റ്സ് കൂടെ നമ്മൾ ഇങ്ങോട്ട് പഠിക്കാണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ വന്നില്ലെങ്കിൽ നിങ്ങൾക്കിത് 4 മാർക്കിന് ഈ ചോദ്യം ഷുവറാണ്. ഏത് മോണിറ്ററി പോളിസി ആൻഡ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്ന ഒരു ചോദ്യം 4 മാർക്കിന് ചോദ്യം ഷുവറാണ്. അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ഈ പറഞ്ഞ പോലെ കണക്ട് ചെയ്തുകൊണ്ട് ചോദിക്കാം. അപ്പോൾ ഇത് രണ്ടും 2 ടോപ്പിക്കാണ്, ഒരേ ചാപ്റ്ററിൽ 2 ടോപ്പിക്കാണ്. എന്തായാലും അത് കൃത്യമായിട്ട് പഠിക്കുക. ഇനി അങ്ങനെ ചോദിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന RBIയുമായി കണക്ട് ചെയ്ത് ചോദിക്കാൻ പറ്റുന്ന ഈ ഒരു ചോദ്യത്തെ ഇങ്ങനെയും വരാം. എങ്ങനെയാണ്? എക്സ്പ്ലെയിൻ ദ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് RBI. അങ്ങനെ എസ് എ ചോദിക്കാം. അതായത് ആ ഇൻസ്ട്രുമെന്റ്സ് മാത്രം, എക്സ്പ്ലെയിൻ ദ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് RBI, RBIയുടെ പണനയ ഉപാധികളെ കുറിച്ച് വിശദീകരിക്കുക. RBIയുടെ പണനയ ഉപാധികളെ കുറിച്ച് വിശദീകരിക്കുക. ഓക്കെ, അത് നമ്മൾ ആ പണനയങ്ങൾ ഏതൊക്കെയാണ്? 3 പണനയ ഉപാധികളുണ്ട്. അതങ്ങോട്ട് വിവരിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് മാത്രമാണെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഇവിടെ എസ് എ ആയിട്ട് ചോദിക്കും എന്നാണ് ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. എന്തായാലും നമ്മുടെ RBIയുമായി കണക്ട് ചെയ്ത് RBIയുടെ ഫംഗ്ഷൻസും പഠിക്കണം. അതുപോലെ തന്നെ ഈ പറഞ്ഞ RBI എങ്ങനെയാണ് പണനയത്തെ നിയന്ത്രിക്കുന്നത്, അതിനുള്ള ഇൻസ്ട്രുമെന്റ്സ് എന്താണെന്നും പഠിക്കണം. ഓക്കെ, അപ്പോൾ 2 ചോദ്യങ്ങളായി. ഈ ചോദ്യം വരുന്നത് എവിടെ നിന്നാണ്? മാക്രോ എക്കണോമിക്സിന്റെ 3ാമത്തെ ചാപ്റ്റർ മണി ആൻഡ് ബാങ്കിങ് എന്നതിൽ നിന്നാണ്. മക്കളെ, ഇതിൻ്റെയും വീഡിയോ ചാനലിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. പ്ലേലിസ്റ്റിൽ ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും, അതായത് +2 ഇക്കണോമിക്സ്, +2 മാക്രോ ഇക്കണോമിക്സ് ചാപ്റ്റർ 3, +2 മാക്രോ ഇക്കണോമിക്സ് ചാപ്റ്റർ 2, അങ്ങനെ നമ്മൾ പ്രത്യേകം പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് പോയാലും നിങ്ങൾക്ക് എന്ത് കിട്ടും? വേഗത്തിൽ ഓരോ ചാപ്റ്ററിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും കാണാൻ പറ്റും. ഓക്കെ, ആരും ബേജാറാവുമൊന്നും വേണ്ട, ധൃതി കാണിക്കൊന്നും വേണ്ട. കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ വരാവുന്ന ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ് എ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ മൈക്രോ ഇക്കണോമിക്സിൽ നിന്ന് 4ാമത്തെ ചാപ്റ്റർ. അതായത് എന്താണ് നമ്മുടെ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ടല്ലോ. തിയറി ഓഫ് ദ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. അതായത് പൂർണ്ണ മത്സര കമ്പോളം അല്ലെങ്കിൽ പരിപൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപാദന യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ചോദിക്കാൻ പറ്റുന്ന നല്ലൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ് വരിക. അതായത് എസ് എയിൽ 2 ചോദ്യങ്ങളായിട്ടാണ് ചോദിക്കുക. അതിൽ എ ക്വസ്റ്റ്യൻ വരുന്നത് ലിസ്റ്റ് ഔട്ട് ദ കണ്ടീഷൻസ് നീഡഡ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഓക്കെ, ലിസ്റ്റ് ഔട്ട് ദ കണ്ടീഷൻസ് നീഡഡ് ഫോർ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. അതായത് പരിപൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരു ഉൽപാദന യൂണിറ്റിന്റെ ലാഭം പരമാവധി എത്താൻ ആവശ്യമായ വ്യവസ്ഥകൾ ലിസ്റ്റ് ചെയ്യുക. ചോദ്യം വലുതാക്കിയിട്ടൊക്കെ തരും, പക്ഷെ നമുക്കതിൽ ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണ്ടെത്തണം കൂൾ ഓഫ് ടൈമിൽ. ഓക്കെ, പരിപൂർണ്ണ മത്സര കമ്പോളം എന്ന് കാണുക, ഉൽപാദന യൂണിറ്റ് ലാഭം പരമാവധിയാക്കൽ, അതാണ് ചോദ്യം. മനസ്സിലായല്ലോ? പരിപൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരു സ്ഥാപനം എങ്ങനെയാണ് ലാഭം പരമാവധി ആക്കുന്നതെന്നാണ്. അതിന്റെ കണ്ടീഷൻ എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ 3 കണ്ടീഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, ചാപ്റ്റർ ഏതാണ്? മൈക്രോ എക്കണോമിക്സിന്റെ 4ാമത്തെ ചാപ്റ്റർ. അതിൽ ബി ക്വസ്റ്റ്യൻ വരുന്നത് യൂസിംഗ് ഡയഗ്രാംസ് എക്സ്പ്ലെയിൻ ഹൗ പ്രോഫിറ്റ് ഓഫ് എ ഫേം ഈസ് മാക്സിമൈസ്ഡ് അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അതായത് ഡയഗ്രാമുകളുടെ സഹായത്തോടെ പരിപൂർണ്ണ മത്സര കമ്പോളത്തിൽ ഒരു ഉൽപാദന യൂണിറ്റിന്റെ ലാഭം പരമാവധി എത്തുന്നത് എങ്ങനെ എന്ന് പരിശോധിക്കുക. അപ്പോൾ അതിന്റെ ചിത്രം വരച്ചിട്ട് നമ്മൾ MC കർവും അതുപോലെ തന്നെ MR കർവും അതുപോലെ AVCയും AC കർവും ഒക്കെ വരച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് അത് പിന്നെ എങ്ങനെയാണ് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുന്നത് എന്നുള്ളത് പഠിക്കുന്നുണ്ടല്ലോ. അതാണ് അവിടെ കൊടുക്കേണ്ടത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതേ ചോദ്യം തന്നെ നമുക്ക് പിന്നെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതെങ്ങനെയാണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം അനലൈസ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ ഷോർട്ട് റൺ. എന്താണ്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം അനലൈസ് ദ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ് ഓഫ് എ ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഇൻ എ ഷോർട്ട് റൺ. അതായത് ഹ്രസ്വകാലത്ത് പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഒരു ഉൽപാദന യൂണിറ്റിന് ലാഭം പരമാവധിയാക്കാനുള്ള 3 വ്യവസ്ഥകൾ ഡയഗ്രത്തിന്റെ സഹായത്തോടെ വിശദീകരിക്കുക എന്നാണ്, വിശദമാക്കുക എന്നാണ്. സെയിം സംഗതി തന്നെയാണ് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ഇപ്പോൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു ചോദ്യം ഇപ്പോൾ നമ്മുടെ ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഏതാണ്? നമ്മളുടെ
എന്താ പറയുക, നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതേതാണ്? നമ്മുടെ ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട് മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിൽ ചോദിച്ചൊരു ചോദ്യമാണ്. ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ടിട്ട് അത് നമുക്കൊരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ തരും. അതായത് എ കൺസ്യൂമർ വാണ്ട്സ് ടു കൺസ്യൂം 2 ഗുഡ്സ്, ദ പ്രൈസ് ഓഫ് 2 ഗുഡ്സ് ആർ 3 and 4, ദ കൺസ്യൂമേഴ്സ് ഇൻകം ഈസ് 20, ഫൈൻഡ് ഔട്ട് ദ ഫോളോവിങ് എന്ന് പറഞ്ഞിട്ട് 3 കാര്യങ്ങൾ കാണാൻ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ഡൗൺ ഓൾ ദ ബണ്ടിൽസ്, write down the equations of budget line, draw the budget line and state what is the slope of the budget line. ഇങ്ങനെയാണ് ചോദ്യം വന്നിട്ടുള്ളത്. അതായത് ഒരു ഉപഭോക്താവ് 2 സാധനങ്ങൾ വാങ്ങുന്നു, സാധനത്തിൻ്റെ വില 3ഉം 4ഉം ആണ്, ഉപഭോക്താവിൻ്റെ വരുമാനം 20 ആണ്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ കാണാൻ പറഞ്ഞു? ഉപഭോക്താവിൻ്റെ എല്ലാ ബണ്ടിലുകളും കാണുക, ബജറ്റ് ലൈൻ്റെ സമവാക്യം എഴുതുക, ബജറ്റ് ലൈൻ വരയ്ക്കുക, ബജറ്റ് ലൈൻ്റെ ചെരിവ് രേഖപ്പെടുത്തുക. ഇതാണ് ചോദ്യം. ഇതേ ചോദ്യം മുൻകാലങ്ങളിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നൊരു ചോദ്യം ആയതുകൊണ്ട് ഒന്ന് നോക്കിപ്പോയിക്കൊള്ളണം. എന്തായാലും ഇമ്പോർട്ടൻ്റ് ആണ്. ബജറ്റ് ലൈനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എസ്എ അല്ലെങ്കിലും നമുക്കൊരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ 3 ചോദ്യങ്ങൾ ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു. ഇനി എങ്ങനെ വീണ്ടും നമുക്ക് ചോദ്യങ്ങൾ പറയാൻ പറ്റും? അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊന്നാണ് എന്ത്, ഈ മൈക്രോ എക്കണോമിക്സിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു കാൽക്കുലേഷൻ ടേബിൾ ഉണ്ടാക്കാനുണ്ടല്ലോ. TFC, TVC, AVC, SAC, SMC എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നിട്ട് പിന്നെ AVCയും SACയും SMC കർവും ഒക്കെ വരയ്ക്കാൻ വേണ്ടി പറയും. അതായത് ഒരു 3 കോളം തന്നിട്ട് 5 കോളം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കോസ്റ്റ് കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ആ കോസ്റ്റ് കാൽക്കുലേഷൻ ഇതെല്ലാം ചാനലിൽ വീഡിയോ ഉണ്ട്, ബോർഡിൽ എഴുതി കണക്കാക്കുന്ന, അതായത് എഴുതി കാണിക്കണം. അതായത് കാൽക്കുലേഷൻ കൃത്യമായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് എഴുതി കാണിക്കുന്ന വീഡിയോ ചാനലിൽ ഉണ്ട് കേട്ടോ, എടുത്ത് കാണുക. ഓക്കെ, വേറെ ഒന്നും നിങ്ങളോട് പറയാനില്ല. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു എസ്എ ചോദ്യമാണ് പിന്നെ നമ്മുടെ ഈ തറവില താങ്ങുവില. അതൊക്കെ നമുക്ക് 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ അതൊക്കെ ചിലപ്പോൾ എസ്എ ചോദിക്കാം. അത് ചില ഘട്ടങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് ആ ചോദ്യം. അതുപോലെ ഈ പിന്നെ ഇൻഡിഫറൻസ് കർവും, അതുപോലെ തന്നെ കൺസ്യൂമറുടെ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ. അത് മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ, തിയറി ഓഫ് ദ കൺസ്യൂമേഴ്സ് ബിഹേവിയർ ആൻഡ് തിയറി ഓഫ് ദ കൺസ്യൂമർ ബിഹേവിയർ, മൈക്രോ എക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ളതാണ്. മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് നിസ്സംഗതാ വക്രത്തിന്റെ സവിശേഷതകൾ സൂചിപ്പിക്കുക. അതുപോലെ തന്നെ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ദ ഓപ്റ്റിമൽ ചോയ്സ് ഓഫ് എ കൺസ്യൂമർ. കൺസ്യൂമറുടെ ഉപഭോക്താവിന്റെ അനുകൂലനം എന്താണെന്ന് അതിന്റെ വിശദമാക്കാൻ വേണ്ടിയിട്ട് ഗ്രാഫിന്റെ സഹായത്തോടു കൂടി. അതൊന്നുമില്ല, അത് ബജറ്റ് ലൈനും ഒരു എക്സ് ആൻഡ് വൈ ആക്സിസ് വരച്ചിട്ട് അവിടെ ഒരു ബജറ്റ് ലൈനും അതുപോലെ തന്നെ പിന്നെ നിസ്സംഗതാ വക്രവും കൂടെ കണക്ട് ചെയ്ത് വരയ്ക്കുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. എന്തായാലും ആദ്യം പറഞ്ഞ 2 ചോദ്യങ്ങൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അത് തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. പിന്നെ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ പഠിച്ചാലും നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ള ഭാഗങ്ങൾ 4 മാർക്ക് 5 മാർക്ക് ഭാഗങ്ങളിലൊക്കെ ഈ ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. എന്തായാലും റിപ്പീറ്റഡ് ആണ്. നിർബന്ധമായിട്ടും പഠിക്കണം. പഠിക്കാതെ പോയാൽ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും, നഷ്ടം സംഭവിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എക്കണോമിക്സ് അത്ര എളുപ്പമല്ല, ടഫാണെന്ന് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ല മാർക്കുണ്ടാവാൻ സാധിക്കട്ടെ. ഈ വീഡിയോ സമയം കളയാതെ ഇപ്പോൾ തന്നെ ഇരുന്ന് കാണുക, കൃത്യമായിട്ട് രേഖപ്പെടുത്തി പഠിക്കുക. ഇനി ആരും ഇതിൽ നോട്ടൊന്നും തരുന്നില്ലല്ലോ എന്ന് ചോദിച്ച് വെറുതെ കരയണ്ട. അതിന് ഞാൻ പറഞ്ഞ പ്രതിവിധി ഉണ്ട്. ചാനലിൽ പോയിട്ട് മുൻപ് ചെയ്തു വെച്ച വീഡിയോകൾ എടുത്ത് കാണുക. ഓക്കെ, ഒന്ന് തിരയേണ്ട പണിയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, പിന്നെ അവിടെ ഇരുന്ന് ഇങ്ങനെ സുഖമായിട്ട് നിങ്ങൾക്ക് കണ്ട് കേട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ മക്കളെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആദ്യമായി കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇനി വരും തലമുറയ്ക്ക് വേണ്ടി നിങ്ങളിത് ഷെയർ ചെയ്യുമെന്ന് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. തീർച്ചയായും അടുത്ത ചോദ്യങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.